ഒരിക്കൽ പ്രൈമറി ക്ലാസ്സിൽ ഗണിത അധ്യാപകൻ ക്ലാസ് എടുക്കുകയായിരുന്നു. എന്തോ ചില ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് കുറച്ച് സമയം ക്ലാസ്സിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ട് വന്നു. തിരികെ ക്ലാസ് എത്തിയപ്പോൾ ക്ലാസ്സിലാകെ ബഹളമയം. ദേഷ്യം വന്ന അധ്യാപകൻ കുട്ടികൾക്ക് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ 1 മുതൽ 100 വരെയുള്ള സംഖ്യയുടെ തുക കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടു. 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വികൃതിയായ കുട്ടി ഒരു ഉത്തരം തന്റെ സ്ലേറ്റിൽ എഴുതി താഴെ വെച്ചു. എന്നിട്ട് മറ്റു കുട്ടികളെ അവൻ വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങി. അധ്യാപകൻ കുട്ടിയുടെ ഉത്തരം ഒന്ന് പരിശോധിച്ചു. നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു. കാരണം എഴുതിയ ഉത്തരം ശരിയായിരുന്നു. ആ കുട്ടിയാണ് പിൽക്കാലത്ത് ഏറ്റവും പ്രസിദ്ധനായ ഗണിതശാസ്ത്രജ്ഞൻ കാൾ ഫ്രെഡറിക് ഗോസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. കുട്ടി ചെയ്ത വഴി ഞാനിവിടെ വിശദീകരിക്കാം. 1 മുതൽ 100 വരെയുള്ള എണ്ണസംഖ്യയുടെ തുകയാണ് കാണാൻ വേണ്ടി അധ്യാപകൻ ആവശ്യപ്പെട്ടത്. അതിങ്ങനെ എഴുതാം: 1 + 2 + 3 + 4 + എക്സെട്ര ഇങ്ങനെ പോയിട്ട് 99 + 100 എന്ന് എഴുതാം. തിരിച്ച് ഇതിൽ റിവേഴ്സ് ഓർഡർ എഴുതുവാണെങ്കിൽ 100 + 99 + 98 + 97 ഇങ്ങനെ പോയിട്ട് 2 + 1 എന്ന രീതിയിൽ റിവേഴ്സ് ആയിട്ടും എഴുതാൻ സാധിക്കും. ഈ ഓരോ ജോഡിയുടെ തുക കണ്ടെത്തിയപ്പോൾ ഇത് 100 + 1 101 + 99 + 2 101 + 98 + 3 101 + 97 + 4 101 ഇങ്ങനെ പോയിട്ട് 99 2 കൂട്ടിയാൽ 101 + 100 1 കൂട്ടിയാൽ 101 എന്ന രൂപത്തിൽ എഴുതാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ 101 എത്ര പ്രാവശ്യം ഉണ്ടാവും? കാരണം 1 മുതൽ 100 വരെ 100 ആയതുകൊണ്ട് ഇവിടെ 101 100 പ്രാവശ്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആകെ തുക എന്ന് പറയുന്നത് 100 101 ആണ്. 100 × 101 ആണ് ആകെ തുക എന്ന് പറയുന്നത്. പക്ഷെ ഈ തുക 1 മുതൽ 100 വരെ 2 പ്രാവശ്യം എഴുതാണ്. ഒന്ന് മുന്നോട്ടായിട്ട് ഒന്ന് പിന്നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 100 വരെ 2 പ്രാവശ്യം എഴുതിയ കൂട്ടിയ തുകയാണ് 100 × 101. അതുകൊണ്ട് 1 മുതൽ 100 വരെ ഒരു പ്രാവശ്യം കൂട്ടിയാൽ കിട്ടുന്ന ഇതിന്റെ പകുതിയായിരിക്കും. അതായത് 100 × 101 പേരുണ്ട്. അതായത് 100 × 101 എത്രയാണ്? 10,100. അതിന് 2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5050 എന്ന് കിട്ടും. ഈ ഉത്തരമാണ് കുട്ടി എഴുതിയിട്ടുള്ളത്. ഈ രീതി നമുക്ക് 1 മുതൽ തുടർച്ചയായ ഏതൊരു എണ്ണസംഖ്യയുടെയും തുക കാണാൻ വേണ്ടി ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ 1 മുതൽ 20 വരെ 1 + 2 + 3 ഇങ്ങനെ +20 വരെയുള്ള ഈ തുകയാണ് കണ്ടെത്തുന്നതെങ്കിൽ നമുക്ക് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വരെ ആകുമ്പോൾ 100 ഗുണിക്കണം 101 ആണ്. അതുകൊണ്ട് 1 മുതൽ 20 വരെ ആകുമ്പോൾ 20 ഗുണിക്കണം അതിനേക്കാൾ 1 കൂടി 21 വരെ കണ്ടെത്തിയാൽ മതി. അതായത് 20 × 21 എത്രയാണ്? ഈ 2 20 10 പ്രാവശ്യം പോകും. 10 × 21 210 എന്ന് കിട്ടും. അതായത് 1 മുതൽ 20 വരെ കൂട്ടിയാൽ 210 ആണ്. ഇപ്പം 1 മുതൽ 50 വരെ ആണെങ്കിലോ 1 കൂട്ടാൻ 2 + 3 ഇങ്ങനെ പോയിട്ട് 50 വരെ ആണെങ്കിൽ 50 ഗുണിക്കണം അതിനേക്കാൾ 1 കൂടെ 51/2 കണ്ടെത്തിയാൽ മതിയാവും. 50 × 51 എത്ര? 50 × 50 2500 2500 50 2550 അതിന്റെ പകുതി /2 കിട്ടും. അതായത് 2500ന്റെ പകുതി 1250 50 പകുതി 1275 കിട്ടും. ഈ രീതി നമുക്ക് 1 മുതൽ 50 വരെയുള്ള എണ്ണസംഖ്യയുടെ തുക കണ്ടെത്താം. 1 മുതൽ 200 വരെയാണെങ്കിലോ 1 + 2 + 3 ഇങ്ങനെ പോയിട്ട് 200 വരെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 200 × 201/2 എന്ന് കിട്ടും. അതായത് ഈ 2 200 100 പ്രാവശ്യം 100 × 201 അതായത് 201 ശേഷം 2 പോയി ചേർത്താൽ മതി. അപ്പോൾ 20,100 കിട്ടും. ഈ രീതിയിൽ നമുക്ക് 1 മുതൽ തുടർച്ചയായ ഏത് എണ്ണസംഖ്യയുടെ തുക കണ്ടെത്താം. ഇതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 1 മുതൽ n വരെയുള്ള എണ്ണസംഖ്യയുടെ തുക എന്ന് പറയുന്നത് n × അതിനേക്കാൾ 1 കൂടുതൽ n + 1/2 ആയിരിക്കും. ഈ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 1 മുതൽ തുടർച്ചയായ ഏത് എണ്ണസംഖ്യയുടെ തുക കണ്ടെത്താൻ വേണ്ടി സാധിക്കും.